നന്ദചേട്ടാ, ഇന്ന് ഞാൻ യാത്ര ഇങ്ങോട്ട് ഓഫീസിലേക്ക് വരുന്ന വഴിക്ക് റോഡൊക്കെ ഭയങ്കര എന്തോ ഭംഗിയായിരുന്ന പോലെ പച്ചപ്പൊക്കെ ഇങ്ങനെ എടുത്തു കാണിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിച്ചു പോയി. കാരണം ഇത്രയും ദിവസം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഭാഗങ്ങളൊന്നും മര്യാദയ്ക്ക് കണ്ടിട്ടില്ലായിരുന്നു. ഇന്ന് ഞാൻ ബസ്സിൽ വരുമ്പോൾ ഭയങ്കര ഭംഗി എല്ലായിടത്തും. കാരണം എന്താണെന്ന് അറിയില്ല, കോടതിയുടെ ഇടപെടൽ നമുക്കറിയാം, അതിന്റെ ഭംഗിയാണെന്ന് അറിഞ്ഞൂടാ. ഫ്ലെക്സുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ട് എന്താണ് നന്ദചേട്ടന്റെ അഭിപ്രായം? അല്ല, അഭിപ്രായം എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമല്ലേ. ഒറ്റ വാക്കിൽ നമുക്ക് മറുപടി പറയാം. ഏറ്റവും നല്ല കാര്യം, ഏറ്റവും വളരെ നല്ലൊരു കാര്യം. അപ്പം കോടതി ഇടപെട്ടതാണ് എന്ന് എന്തായാലും പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോടതി ഇടപെടൽ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിൽ ജനാധിപത്യ സമ്പ്രദായമാണ് നിൽക്കുന്നത്. അല്ലല്ലോ, നമ്മുടെ ജനാധിപത്യ രീതിയിൽ ഗവൺമെൻറ് ആണ് നമ്മളെ ഭരിക്കുന്നത്. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഒരു എക്സിക്യൂട്ടീവ് ആണ് നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നത്. അവരെ ഗവൺമെൻറ് നമ്മൾ എക്സിക്യൂട്ടീവ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളെ കാര്യങ്ങൾ, നമ്മുടെ നിയമ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാനും അത് എക്സിക്യൂട്ടീവ് ചെയ്യാനുള്ള അധികാരം ഗവൺമെൻറ്റിനാണ്. അപ്പോൾ അതാണ് ഗവൺമെൻറ്. പക്ഷേ ജുഡീഷ്യറിക്ക് നമ്മുടെ നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു രീതിയേ ഉള്ളൂ. അവർക്ക് അങ്ങോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല, നടപ്പിലാക്കാൻ പറ്റില്ല. അത് എക്സിക്യൂട്ടീവാണ്. പക്ഷേ പലയിടത്തും എക്സിക്യൂട്ടീവ് നിർജ്ജീവമായി പോകും. എക്സിക്യൂട്ടീവ് അവരുടെ കടമ നിർവഹിക്കാതെ അവരിങ്ങനെ കാഴ്ചക്കാരെ പോലെ മാറി നിൽക്കും. എന്ന് വെച്ചാൽ സർക്കാർ നിർജ്ജീവമാകുമെന്നാണ് അതിൻ്റെ അർത്ഥം. എക്സിക്യൂട്ടീവ് നിർജ്ജീവം എന്ന് പറഞ്ഞാൽ സർക്കാർ നിർജ്ജീവമാകും. സർക്കാർ എന്തുകൊണ്ടോ ഇതിലൊന്നും ഇടപെടാതെ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ, ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ടതുപോലെ ചെയ്യാതെ അവർ മാറി അങ്ങ് നിൽക്കും. ഇത് ജനങ്ങൾക്ക് വളരെ ഗുരുതരമാവും, ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജഡ്ജിമാർക്ക് ഇതിൽ ഇടപെടും. അതായത് കോടതി ഇടപെടും. അതിനെ നമ്മൾ ജുഡീഷ്യൽ ആക്ടിവിസം എന്നൊക്കെ പറയും. പക്ഷേ ചിലർക്ക് ജുഡീഷ്യൽ ആക്ടിവിസത്തിനെ ഇങ്ങനെ എതിർക്കാറുമുണ്ട്. ഇത് ആവശ്യമാണ്, അനാവശ്യമാണ്, ഇത് ഇവിടെ ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ എക്സിക്യൂട്ടീവിനാണ് പവർ, ജുഡീഷ്യറി നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, നിയമപരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ നോക്കിയാൽ ഇതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയാറുണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മൾ ജുഡീഷ്യൽ ആക്ടിവിസത്തിനെ നമ്മൾ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോകും. കാരണം ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം നമുക്ക് സഹിക്കാൻ വയ്യാത്ത, നമ്മളെല്ലാം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് സമരങ്ങൾ നടക്കണം, സമ്മേളനങ്ങൾ നടക്കണം. സമരങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ പ്രചരണം വേണം, അതിന് പ്രചരണത്തിന് വേണ്ടി ബോർഡ് വയ്ക്കണം, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ അതിനെല്ലാത്തിനും ഒരു മര്യാദ ഉണ്ടല്ലോ, ഒരു രീതി ഉണ്ടല്ലോ. നമ്മുടെ റോഡുകളുടെ സർവ്വ സ്ഥലത്തും ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ട് നിറയ്ക്കുക, എന്നിട്ട് എതിരെ വരുന്ന വാഹനങ്ങൾ കാണാതെ റോഡ് സൈഡിൽ വെച്ച് കെട്ടുക. അതെ, ഈ ഫ്ലെക്സുകൾക്കൊക്കെ ഭയങ്കര എന്താ പറയാ, അപകടങ്ങൾ വരാൻ ചാൻസ് വരണം. ഈ റോഡില് മരങ്ങൾ നിർത്തിയിട്ട് അത് വീഴുന്ന സാഹചര്യം. അതുപോലെ തന്നെയാണ് ഈ ഫ്ലെക്സുകൾ, അത്രയും വലിയ ഫ്ലെക്സുകളാണ്. അപ്പോൾ അത് എപ്പോ നമുക്ക് അപകടം ഉണ്ടാക്കി വെക്കും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വലിയ ഹോൾഡിങ്സുകളാണ് കൊണ്ടുവന്ന് വളവിൽ ഈ വാഹനം വരുന്നത് നമുക്ക് കാണാൻ കഴിയില്ലേ. ഈ നല്ല വളവുള്ള സ്ഥലത്ത്, അതുപോലെ പാലങ്ങളിൽ ഒരിക്കലും ഇതൊന്നും വെക്കാൻ പാടില്ല എന്നാണ്. കാരണം പലയിടത്തും പാലങ്ങളൊക്കെ ഒരു വളവ് കഴിഞ്ഞിട്ടാണ് പാലം വരുന്നത്. അപ്പോൾ നമുക്ക് പല സ്ഥലത്ത് നമ്മുടെ കേരളത്തിലെ അപകടങ്ങൾ പെരുകാനുള്ള പ്രധാന കാരണം നമ്മുടെ റോഡിന്റെ അപര്യാപ്തത എന്ന് പറയുമ്പോൾ ഇതും കൂടെ ഒരു പ്രധാന അപര്യാപ്തതയാണ്. അതായത് ഈ ബോർഡുകൾ, ഈ ഹോൾഡിങ്സുകൾ കൊണ്ടുവന്ന് വയ്ക്കുക. പിന്നെ നമ്മുടെ നാട്ടിൽ എന്ത് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ബോർഡാണല്ലോ, അല്ലേ? മാത്രമല്ല ഇതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ നമ്മുടെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന, വാഹനയാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന, വാഹന ഡ്രൈവറെ ബുദ്ധിമുട്ടിക്കുന്ന, അയാളുടെ കാഴ്ച തടസ്സപ്പെടുന്ന തരത്തിൽ ബോർഡ് വയ്ക്കുന്നു. ഏറ്റവും വലിയ തെറ്റെന്നാൽ ഏറ്റവും ക്രിമിനൽ കുറ്റമാണ്. കാരണം അതിന്റെ ഭാഗമായിട്ട് അപകടം വരുന്നു, ആൾക്കാർ മരിക്കുന്നു, വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു. 2, തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ബോർഡാണ് ആ ബോർഡ്. പിന്നെ 3 നമ്മൾ പറയുന്നത് ഈ ബോർഡുകളെല്ലാം ഫ്ലെക്സ് ആണ്. ഫ്ലെക്സിനെ നിരോധിച്ചിട്ടുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിൽ ഫ്ലെക്സ് ബോർഡുകൾ നിരോധിച്ചിരിക്കുകയാണ്. മറ്റൊരു സാങ്കേതിക സംവിധാനമുണ്ട്, തുണി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതിലൊക്കെ വേണമെങ്കിൽ ബോർഡ് വയ്ക്കും. പക്ഷേ ഈ പലയിടത്തും മുഖ്യമന്ത്രിമാരുടെ പോലും ബോർഡ് വെച്ചിരിക്കുന്നത് ഫ്ലെക്സിലാണ്. അതായത് കോടതി നിരോധിച്ചിരിക്കുന്ന ഫ്ലെക്സിലാണ് പലയിടത്തും ബോർഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം നിയമലംഘനങ്ങൾ നടക്കുന്നു. എക്സിക്യൂട്ടീവ് കൃത്യമായിട്ട് നടത്തുന്നില്ല. ഇനി സംഭവിച്ചെങ്ങനെയാണ്, അതെങ്ങനെയാണെന്ന് അറിയാമോ? അങ്ങനെയല്ല നന്ദചേട്ടാ, ഇപ്പൊ ഞാൻ ഈ ഒരു ന്യൂസ് കേട്ടപ്പോ എനിക്ക് എന്താ തോന്നിയതെന്ന് അറിയോ? കോടതിയുടെ ഉത്തരവിലാണെങ്കിൽ കൂടി സർക്കാരിന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനും അറിയാം. എന്തുകൊണ്ടെന്നറിയാമോ? അതായത് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായ ദേവൻ രാമചന്ദ്രൻ കൃത്യമായി ഇടപെടുകയും കർശനമായി ഇടപെടുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ്.
18-ാം തീയതി എന്നൊരു ദിവസമുണ്ടെങ്കിൽ ഈ റോഡിലുള്ള ബോർഡുകളെല്ലാം മാറ്റിയിരിക്കണമെന്ന് കോടതി പറഞ്ഞിരുന്നു. പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല. കാരണം സാധാരണ നമുക്ക് അറിയാമല്ലോ, നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് അങ്ങനെ ഒരു നിസ്സംഗത പിടിച്ച ഗവൺമെന്റ് ആണല്ലോ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ്. അതുകൊണ്ട് ദേവനാ രാമേന്ദ്രനാ പോവാൻ പറ എന്ന തരത്തിലായിരുന്നു അവരുടെ ഇടപെടൽ. പക്ഷേ അദ്ദേഹം വിട്ടില്ല. അദ്ദേഹം എന്ത് ചെയ്തു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു വനിതയാണ്, അവരെ പതുക്കെ വിളിച്ചിട്ട് അവരോട് കർശനമായിട്ട് ഉടൻ തന്നെ ഇതെല്ലാം എടുക്കേണ്ട ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. അതാത് പ്രദേശത്തെ പഞ്ചായത്തുകൾ, കോർപ്പറേഷനുകൾ, അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇതിനകത്ത് കൃത്യമായി ഇടപെട്ടിരിക്കണം. 18 എന്നുള്ളൊരു ദിവസമുണ്ടെങ്കിൽ ഈ ബോർഡുകൾ മുഴുവനും മാറ്റിയിരിക്കണം. ഇല്ല എങ്കിൽ ബാക്കി കാര്യങ്ങൾ കോടതിക്ക് ആലോചിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു രക്ഷയില്ല. ഉടൻ തന്നെ ഗവൺമെന്റിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സെക്രട്ടറി അങ്ങോട്ട് കൊണ്ടുവന്നു. കാരണം അവരുടെ ജോലി പോകുന്ന കേസാണ്, മറ്റതുമാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കോടതി വിളിച്ചു നിർത്തിയിട്ട് കോടതി അലക്ഷ്യത്തിന് കേസെടുക്കും. അപ്പോൾ ഈ കോടതി അലക്ഷ്യം എന്ന് പറയുന്നത് പൊതുവിൽ കോടതിക്ക് അത്ര താല്പര്യമില്ലാത്തതാണ്. എങ്കിൽ പോലും ഇത്രയും കർശനമായി പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ചെയ്യും. അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സെക്രട്ടറി ഉണർന്നു, പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണർന്നു. അവസാനം സർക്കാരിനെ കൊണ്ട് ഉത്തരവൊക്കെ അറിയിച്ചു. സർക്കാർ 18-ാം തീയതിക്ക് മുമ്പ് സർവ്വ ഹോർഡിങ്സുകളും ബോർഡുകളും ഈ റോഡിൽ വെച്ചിരിക്കുന്ന നിയമം ലംഘിച്ച് വെച്ചിരുന്ന ബോർഡെല്ലാം എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും അതെടുത്തില്ലെങ്കിൽ അതെടുത്തിട്ട് നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നും അതിൻ്റെ തുക പിടിക്കുമെന്നും നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ ചിലപ്പോൾ ചില വീഴ്ചകൾ വരുത്തുമെന്നും എന്ന് ഉത്തരവിറക്കുകയും ചെയ്തു നമ്മുടെ സംസ്ഥാന സർക്കാർ. അപ്പോൾ സംസ്ഥാന സർക്കാരുകൾ ഉത്തരവിറക്കാൻ അറിയാം, മനസ്സിലായില്ലേ? ഇവിടെ ഏറ്റവും അധികം ഈ ബോർഡുകൾ കാണുന്നത് നമ്മൾ എവിടെയാണ്? ഈ CPM-ന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരുടെ ഉദ്ഘാടന ബോർഡുകളും മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന ബോർഡുകളും CPM-ന്റെ കൊടിതോരണങ്ങളും അവരുടെ സമ്മേളനങ്ങളുമായിട്ടാണ് റോഡ് വികലമായിരിക്കുന്നത്. എന്തായാലും നന്നായി. ഇത് ഇവിടെ റോഡുകളിൽ മാത്രമല്ല, മറ്റെവിടെയൊക്കെ ഇതുപോലത്തെ ദോഷം സർക്കാർ ഓഫീസുകൾ ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? സർക്കാർ ഓഫീസിൽ പോകുമ്പോൾ എന്താണ് തോന്നിയിട്ടുള്ളത്? അവിടെ ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ, എല്ലായിടത്തും ഫ്ലെക്സ് അല്ലേ. നമ്മളെവിടെ പോകുമ്പോഴും സർക്കാർ ഓഫീസിൽ നിന്ന് വേണ്ട, നമ്മളിപ്പോ പുറത്തേക്ക് ഇറങ്ങിയാൽ അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കണമെങ്കിൽ വരെ നമ്മൾ എത്തി നോക്കേണ്ട അവസ്ഥയാണ്. ഫ്ലെക്സുകളാണ്, എവിടെയും നോക്കിയാലും ഫ്ലെക്സുകളാണ്. എന്തായാലും ഇതൊരു നല്ല കാര്യം സർക്കാർ ഓഫീസുകളിൽ കൂടി നടപ്പിലാക്കണം. സർക്കാർ ഓഫീസുകളിൽ ഈ ചുവരുകളിൽ പോസ്റ്റർ ഒട്ടിക്കുന്നത് ഈ യൂണിയൻകാർക്ക്, അതായത് ജീവനക്കാരുടെ സംഘടനകൾക്കും യൂണിയൻകാർക്കും വന്നിട്ട് ഈ ചുവരുകളിലെല്ലാം ഒട്ടിച്ച് നല്ല പെയിന്റ് അടിച്ചൊക്കെ വൃത്തിയാക്കും. പക്ഷേ എന്നിട്ട് പിറ്റേന്ന് തന്നെ അതിൻ്റെ പുറത്ത് ഭയങ്കര പോസ്റ്റർ, മറ്റേ നേതാവ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന പോസ്റ്ററൊക്കെ കൊണ്ടുവന്ന് ഒട്ടിച്ച് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നൊരു അവിടെ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ചെറിയ പരിപാടിക്കായിരിക്കും മന്ത്രി വരുന്നത്. പക്ഷേ ഭയങ്കര പോസ്റ്ററൊക്കെ ഒട്ടിച്ച്, അല്ലെങ്കിൽ സമരം പോകണമെങ്കിൽ അതിൻ്റെ പോസ്റ്റർ ഒട്ടിച്ച് നമ്മുടെ ഓഫീസുകളുടെ ചുവര് മുഴുവനും വൃത്തിയേടാക്കുകയാണ്. ഇതൊക്കെ ഒന്ന് മാറണം. അവർക്ക് ബോർഡ് വയ്ക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും പ്രത്യേക ഓഫീസിൽ സൗകര്യം കൊടുക്കണം, അല്ലേ? അവർക്കൊരു പ്രത്യേക, അവർ കൊടി ഉയർത്താൻ സ്ഥലം കൊടുക്കുന്നത് പോലെ, കൊടി നാട്ടാൻ സ്ഥലം കൊടുക്കുന്നത് പോലെ ഈ ഓഫീസുകളിൽ പോസ്റ്റർ ഒട്ടിക്കാനും ബോർഡ് വയ്ക്കാനൊക്കെ സ്ഥലം കൊടുക്കണം. അങ്ങനെ സ്ഥലം കൊടുത്താൽ അത് കോളേജുകളിലും അതാണ്. നമ്മുടെ കോളേജിൽ SFIക്കാരും KSUക്കാരും കൊണ്ടൊന്ന് ഒട്ടിച്ച് എന്തൊരു വൃത്തിയേടാക്കുമെന്നറിയാം. ചില മാനേജ്മെന്റ് നിർബന്ധമായിട്ട് അവർ ഒട്ടിക്കാൻ അനുവദിക്കില്ല. അവിടെയൊക്കെ എന്ത് സുഖമായിട്ട് കോളേജെല്ലാം സുന്ദരം. നമ്മുടെ നാടിൻ്റെ ഒരു ഏറ്റവും വലിയ നാശം എന്ന് പറയുന്നത് ഈ പോസ്റ്ററുകളും ബോർഡുകളും അനാവശ്യമായി കൊണ്ടുവയ്ക്കുന്നതാണ്. മറ്റ് പല ലോകരാജ്യങ്ങൾ നോക്കുക, നമ്മൾ തെരുവിൽ കൂടെ യാത്ര ചെയ്താൽ ഇത്തരത്തിലുള്ളൊരു കാഴ്ച കാണാൻ എന്ത് മനോഹരമാണ് തെരുവുകൾ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് അറിയാം, ഒന്ന് മോഹിച്ചു, എൻ്റെ നാടും കൂടെ ഇങ്ങനെ ആയെങ്കിലും ഒന്ന് മോഹിച്ചു, അല്ലേ? എന്തായാലും ഒരു ദേവൻ രാമേന്ദ്രൻ അതിന് ഉണ്ടാകേണ്ടി വന്നിരിക്കുന്നു. എന്നും ഒരു ദേവൻ രാമേന്ദ്രൻ ഉണ്ടായിരിക്കണമെന്നില്ല. അയാൾക്ക് എല്ലാ പ്രാവശ്യം ഇതുപോലെ ചുരുട്ടി പിടിക്കാൻ അല്ലെങ്കിൽ മസൽ പിടിക്കാൻ കഴിയുമെന്നില്ല. പക്ഷേ ചെയ്യേണ്ടത് ഇവിടുത്തെ എക്സിക്യൂട്ടീവാണ്, ഇവിടുത്തെ ഗവൺമെൻറ്റാണ്.